ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഈ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഓർഗൻസ ആണ് കേട്ടോ മെറ്റീരിയൽ. അപ്പോൾ അതിൽ നിന്നൊരു 3 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3ാമത്തെ പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 പീസുകളും ഫോൾഡ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു അറ്റത്തായിട്ട് നമുക്ക് മെഷീൻ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരറ്റം തൊട്ട് അറ്റം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എൻഡും സ്റ്റാർട്ടിങ്ങും എൻഡും നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പീസും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ റോങ് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് അത് മറച്ചിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ 3ാമത്തെ പീസിൽ ഈ സ്ക്വയർ ഷേപ്പിലുള്ള പീസ് ഇത് ഫോൾഡ് ചെയ്യുന്നത് ഇതുപോലെ കോണായിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 സൈഡിലും ഇതേപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഈ സൈഡിലും അതേപോലെ തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇത്രയും ഭാഗം നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും ഭാഗം ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ 2 സൈഡും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കാണിച്ചിട്ടുള്ള 2 പീസ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3ാമത്തെ പീസ് കണ്ടില്ലേ, ഇതേപോലെയാണ് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ കണ്ടില്ലേ, നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 പീസും നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ തള്ളവിരൽ ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ 2 പീസ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 3ാമത്തെ പീസില്ലേ, 3ാമത്തെ പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കത്രി യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു ഗ്യാപ്പ് ഇട്ടില്ലേ, ആ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ 2 സ്റ്റാർട്ടിങ്ങിലും കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ മറിച്ചെടുക്കുമ്പോൾ ആ ഒരു സ്റ്റിച്ച് വിട്ടുപോരും. അപ്പോൾ ഇതേപോലെ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു 2 മൂലകളുണ്ടല്ലോ, അത് കറക്റ്റ് പോയിൻറ്റഡ് ആയിട്ട് പുറത്തേക്ക് വരാനായിട്ട് നമ്മൾ എന്തെങ്കിലും കത്രികയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കോ വെച്ചിട്ട് കുത്തിയിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇതേപോലെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ കൂടെ അതുപോലെ കത്രിക ഇൻസേർട്ട് ചെയ്തിട്ട് ഇതേപോലെ പതുക്കെ കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബലം പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ കീറിപ്പോകും. അതുകൊണ്ട് പതുക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ മറ്റേ സൈഡും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു പീസ് സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യത്തെ പീസുകളുണ്ടല്ലോ, അത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനില്ലേ, ആ ഒരു ലൈൻ ഇതുപോലെ സെൻറ്ററിൽ വരുന്ന തരത്തിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു പീസിൻ്റെ സെൻറ്റർ കാണണം. അതിനായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ 2 അറ്റങ്ങളും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ആ ഒരു ഫോൾഡിലായിട്ട് നമുക്ക് എന്തെങ്കിലും ചോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രയോണോ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 മാർക്കിങ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു മാർക്കിങ്ങിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ റഫായിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു പീസിൻ്റെ ഈ ഒരു അറ്റം ആ ഒരു ലൈനിൽ ടച്ച് ചെയ്യുന്ന തരത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു ലൈനിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ മെഷീൻ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഈ സൈഡും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 അറ്റങ്ങളും കൂട്ടിമുട്ടൻ തരത്തിൽ വേണം വെച്ചെടുക്കാനായിട്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പീസിൽ 2 സൈഡിലായിട്ട് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പീസും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ സെൻറ്റർ കാണാം, എന്നിട്ട് ആ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ പീസ് മടക്കിയില്ലേ, അതേപോലെ തന്നെ മടക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ കണ്ടില്ലേ, സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ വലിയ പീസ് ഉണ്ടല്ലോ, ഈ ഒരു വലിയ പീസിൻ്റെ മുകളിലായിട്ട് ഏകദേശം ആ ഒരു പീസിൻ്റെ സെൻറ്ററിലായിട്ട് വേണം ഈ ഒരു ചെറിയ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ.
അപ്പോൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ 2 പീസിനൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ കൈ യൂസ് ചെയ്തിട്ട് വിരൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതുപോലെ ഇതേപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ സൂചി നൂലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ പ്ലീറ്റ് ഇട്ടപ്പോൾ അത്ര ഭംഗിയിൽ വന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയിൽ നമുക്ക് ഇതുപോലെ കിട്ടുന്നുണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്ലീറ്റിൽ കൂടെ ഒക്കെ സൂചി അയറ്റി കൊടുത്തിട്ട് നൂലിനെ ചുറ്റി കൊടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് 2-3 ചുറ്റിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പ്ലീറ്റൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ബാക്കിലായിട്ട് കെട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് അഴിഞ്ഞ് പോരാതിരിക്കാനായിട്ട് 2-3 കെട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ടൈറ്റിൽ തന്നെ കെട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പീസിൽ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പോ അല്ലെങ്കിൽ സെൻറ്റർ ക്ലിപ്പോ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ക്ലിപ്പായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ടെയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിനായിട്ട് ഈ ഒരു പീസിൽ നമുക്ക് ആദ്യം ഒന്ന് അതിൻ്റെ ഒരു ലൈൻ വരച്ചു കൊടുക്കണം കേട്ടോ, അതിൻ്റെ സെൻറ്ററിൽ കൂടെ. അപ്പോൾ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് നമുക്ക് ഈ ഒരു അതിൻ്റെ സെൻറ്റർ കിട്ടാനായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഫോൾഡിൽ കൂടെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് അതിൻ്റെ ലൈൻ കിട്ടും, ആ സെൻറ്റർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു വരച്ചിട്ടുള്ള ഒരു ലൈനില്ലേ അതിൽ കൂടെ സൂചി നൂല് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്, മുമ്പ് ചെയ്തില്ലേ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തില്ലേ അതേപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു പീസിലും. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നോക്കിയിരുന്നു, അപ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി കാണാനായിട്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു പ്ലീറ്റിൽ കൂടെ ഒക്കെ ഞാൻ സൂചി കയറ്റി കൊടുത്തിട്ട് നൂലിനൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ സൂചി കയറ്റി കൊടുത്തിട്ട് 2-3 ചുറ്റിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കറക്റ്റാക്കി വെക്കുക കേട്ടോ. ആ ഒരു പ്ലീറ്റൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു പീസില്ലേ അതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു പീസിലേക്ക് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റ് അതിനോട് ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2-3 ചുറ്റിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു 3 പീസും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ടൈറ്റിൽ തന്നെ ചുറ്റിയെടുക്കുക കേട്ടോ. ഇത് നമ്മൾ ബാക്കിലായിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അഴിഞ്ഞ് പോരാതിരിക്കാനായിട്ട് 2-3 കെട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്തിട്ട് ഇതേപോലത്തെ വലിയ അലിഗേറ്റർ ക്ലിപ്പോ അല്ലെങ്കിൽ നമുക്ക് സെൻറ്റർ ക്ലിപ്പോ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് സെൻറ്റർ ക്ലിപ്പാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ. അപ്പോൾ ഞാനത് ഫ്രണ്ടിലാണ് ഈ ഒരു സെൻറ്റർ ക്ലിപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിലാണ് വെച്ച് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ടിലായിട്ട് വെച്ച് കൊടുത്ത് പോയിട്ടോ. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കാതെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ചു തന്നില്ല അലിഗേറ്റർ ക്ലിപ്പും അതേപോലെ തന്നെ സെൻറ്റർ ക്ലിപ്പും വെച്ച് കാണിച്ചു തന്നില്ലേ. അപ്പോൾ അത് കറക്റ്റായിരുന്നു. പിന്നെ എപ്പോഴും അത് മാറിപ്പോയിട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതൊക്കെ അഴിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു തുണിയൊക്കെ പെട്ടെന്ന് പിന്നിപ്പോരും കേട്ടോ. അപ്പോൾ ബലം പിടിച്ചിട്ടൊക്കെ അഴിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിന്നിപ്പോരും. അപ്പോൾ ഞാൻ കുറേ ബുദ്ധിമുട്ടി പാടുപെട്ടിട്ടാണ് കേട്ടോ അതൊക്കെ അഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴൊന്നും എനിക്കത് മനസ്സിലായിട്ടില്ല കേട്ടോ അത് മാറിപ്പോയിട്ടുള്ളത്. എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇതിനെല്ലാ വർക്കും കഴിഞ്ഞ് ലാസ്റ്റാണ് ഇത് മനസ്സിലായിട്ടുള്ളത് ഇത് മാറിപ്പോയി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും അബദ്ധം പറ്റി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പറ്റാതിരിക്കട്ടെ.
അപ്പോൾ ഏകദേശം ഈ ഒരു ടൈമിലാണ് കേട്ടോ അത് മാറിപ്പോയത് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാനത് കുറേ സമയം ഇരുന്നിട്ട് പതുക്കെ പതുക്കെ ഇരുന്നിട്ടാണ് ഒക്കെ അഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ക്ലിപ്പ് മുതിർന്നവർക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ലെങ്ത്തിൽ മുടിയുള്ള കുട്ടികളില്ലേ, അവർക്കായിരിക്കും കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കുക കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏകദേശം എടുക്കുന്ന മെറ്റീരിയലിൻ്റെ മാച്ചിനായിട്ടുള്ളൊരു കളറിൽ നൂലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇത് നയലടിക്കുന്നൊരു മെറ്റീരിയൽ ആയത് കാരണം തന്നെ ആ ഒരു വൈറ്റ് കളറിലുള്ള നൂല് കാണുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ ചിലപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല, ഡയറക്റ്റ് കാണുമ്പോൾ പുറത്തേക്ക് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ നല്ല ഫോട്ടോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നീട് പറ്റുകയാണെങ്കിൽ ഞാൻ തംബ്നെയിലിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.